നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാളത്തിലെ ഹിറ്റ് താര ജോഡിയായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. 1998 ഇരുവരും വിവാഹിതരായതിനു പിന്നാലെ മഞ്ജു വാര്യർ അഭിനയത്തിൽ നിന്നും മാറി നിന്നു. ഏകദേശം 17 വർഷത്തോളമാണ് മഞ്ജു സിനിമയിൽ നിന്നും അകന്നു നിന്നത്. എന്തുകൊണ്ട് മഞ്ജു അഭിനയിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മകളെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടിയാണ് മഞ്ജു മാറി നിൽക്കുന്നത് എന്നാണ് ദിലീപ് മറുപടി നൽകിയിട്ടുള്ളത്. 2015 മഞ്ജു വാര്യരും ദിലീപും നിയമപരമായി വേർപിരിയുന്നത്. എന്നാൽ ഇരുവരുടെയും വിവാഹമോചന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. എന്തുകൊണ്ട് തങ്ങൾ പിരിഞ്ഞു എന്നതിന് ഒരിക്കൽ പോലും താരങ്ങൾ മനസ്സ് തുറന്നിട്ടില്ല. തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് വിവാഹമോചനത്തിന് പിന്നിലെന്നാണ് ദിലീപും മഞ്ജുവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തി. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു തിരിച്ചുവരവ്. നിലവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമാണ് മഞ്ജു വാര്യർ. ഏകദേശം 17 വർഷത്തോളമാണ് മഞ്ജു സിനിമയിൽ നിന്നും അകന്നു നിന്നത്. നർത്തകി കൂടിയായ മഞ്ജു നൃത്തവേദികളിൽ നിന്നും അന്ന് അകന്നു നിന്നു. എന്നാൽ മഞ്ജുവിന് നൃത്തം ചെയ്യാൻ എല്ലാ പിന്തുണയും താൻ നൽകിയിരുന്നുവെന്നാണ് ദിലീപ് അഭിമുഖങ്ങളിൽ പറഞ്ഞത്. പക്ഷെ മഞ്ജു വെളിപ്പെടുത്തിയത് മറ്റൊന്നാണ്. ഒരിക്കൽ മഞ്ജു തനിക്ക് നൃത്തം വീണ്ടും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ പിന്തുണച്ചതിനെ കുറിച്ച് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മഞ്ജുവിനെ ഞാൻ ഒളിപ്പിച്ചിട്ടൊന്നുമില്ല. മഞ്ജു ഈ അടുത്ത് പറഞ്ഞു, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വരട്ടെ എന്ന്. എന്നിട്ട് ചോദിച്ചു, ഞാനും ഡാൻസ് പഠിച്ചാലോ എന്ന്. കുച്ചിപ്പുടി കുറച്ചുകൂടെ പഠിക്കണമെന്നുണ്ട്. കാര്യമായി ഞാൻ പഠിച്ചിട്ടില്ല. ഇത്തിരി കൂടി പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കുച്ചിപ്പുടിയും പഠിക്കുക, പിന്നെ വീണ പഠിക്കണം എന്ന് പറഞ്ഞില്ലേ, അതും പഠിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ അരങ്ങേറിയാലോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറിയാലോ എന്നാണ് ആലോചന എന്നൊക്കെ പറഞ്ഞു. കൊല്ലത്തിൽ ഇങ്ങനെ 1-2 പ്രോഗ്രാം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം പോലെ ഉണ്ട് എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാം. എന്നെ കൊണ്ടാവുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യും. പിന്നെ ഫുൾ ടൈം നമുക്ക് ഇത് തന്നെ നടക്കാനാകില്ലല്ലോ, കാരണം ഞാൻ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നായിരുന്നു ദിലീപിന്റെ മറുപടി. എന്നാൽ തന്നോട് മഞ്ജു പറഞ്ഞത് മറ്റൊന്നായിരുന്നു എന്നാണ് നടിയുടെ അടുത്ത സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. വിവാഹത്തിന് ശേഷം ആദ്യമായി കരിക്കകം ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യാൻ പോയതിന് ദിലീപ് വളരെ രൂക്ഷമായാണ് നടിയോട് പെരുമാറിയതെന്നും ആ പരിപാടിയുടെ സംഘാടകരുമായി മഞ്ജുവിനെ കണക്ട് ചെയ്ത് കൊടുത്തത് ഞാനാണെന്ന ഒറ്റ കാരണത്താൽ ദിലീപ് തന്നെ വിളിച്ച് ദേഷ്യത്തോടെ സംസാരിച്ചിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. രാത്രി 1 മണിക്കാണ് എനിക്കൊരു കോൾ വന്നത്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത് എന്ന് ചോദിച്ചു. ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല, 2 പേരെയും കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. മഞ്ജു അത് കളിക്കാൻ പാടില്ല എന്ന് ദിലീപ് പറഞ്ഞു. കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. പിറ്റേന്ന് മഞ്ജുവുമായി ഞാൻ സംസാരിച്ചു. അത് ഞാൻ ഡീൽ ചെയ്തോളാം എന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം. അത് കഴിഞ്ഞ് അവർ ഡാൻസ് കളിച്ചു. ഗുരുവായൂരിൽ ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുൻപും ദിലീപിനോട് സമ്മതം ചോദിച്ചിരുന്നുവെന്നും ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ കയറും മുൻപ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ മോശം ഭാഷയിലാണ് ദിലീപ് പ്രതികരിച്ചത് എന്നും മഞ്ജു പറഞ്ഞതായും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം മഞ്ജുവുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നത്. കാവ്യ ദിലീപ് പ്രണയമാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചതെന്നും വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും മുൻപ് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾ 2 പേരും തള്ളുകയായിരുന്നു. തന്റെ പേരിൽ പഴികേട്ട ഒരു പെണ്ണിന് ജീവിതം നൽകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് വിവാഹം എന്നായിരുന്നു ദിലീപ് അന്ന് വിശദീകരിച്ചത്. കാവ്യയെ താൻ വിവാഹം കഴിക്കുന്നതിന് അവരുടെ വീട്ടുകാർക്ക് ആദ്യം എതിർപ്പായിരുന്നുവെന്നും പിന്നീട് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. കാവ്യയുമായുള്ള ബന്ധത്തിൽ ദിലീപിനൊരു മകൾ കൂടിയുണ്ട്, മഹാലക്ഷ്മി. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ മാത്രമാണ് ദിലീപ് മഞ്ജുവിനെ കാണാനെത്തിയത്. മഞ്ജുവിന്റെ പിതാവിന്റെ മരണസമയത്ത് മകൾ മീനാക്ഷിയും ദിലീപും ചേർന്ന് മഞ്ജുവിന്റെ വീട്ടിലെത്തുകയായിരുന്നു. മകളുടെ കാര്യം സംസാരിക്കാനായി ദിലീപുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ സമയത്ത് മഞ്ജു വ്യക്തമാക്കിയിരുന്നു. അതല്ലാതെ ദിലീപിനെ കുറിച്ചോ മകളെക്കുറിച്ചോ മഞ്ജു ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അടുത്തിടെ തങ്ങളുടെ ആദ്യ ചിത്രമായ സല്ലാപത്തിന്റെ പോസ്റ്റർ പങ്കുവെച്ച് മഞ്ജു രംഗത്തെത്തിയിരുന്നു. സിനിമ ഇറങ്ങി 30 വർഷം കഴിഞ്ഞ വേളയിലായിരുന്നു ഇത്. ദിലീപിന്റെ ചിത്രം കൂടി ഉള്ളതായിരുന്നു പോസ്റ്റർ. മഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചർച്ചയായതോടെ ഇനി ഇരുവരും ഒന്നിച്ചൊരു ചിത്രം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായി. മുൻപ് ഇതേ ചോദ്യം അഭിമുഖത്തിൽ മഞ്ജുവിനോടും ദിലീപിനോടും ഉയർന്നിരുന്നു. ദിലീപ് അന്ന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു:
അങ്ങനെയുള്ള വേഷങ്ങളും കഥകളും ഒന്നും എന്നെ തേടി വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ അപ്പോഴല്ലേ അപ്പോൾ ആലോചിക്കാമെന്നാണ് ദിലീപ് വ്യക്തമാക്കിയത്. മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ ആ ചോദ്യമേ വേണ്ട എന്നായിരുന്നു നടി വ്യക്തമാക്കിയത്. അതേസമയം ദിലീപുമായുള്ള വിവാഹശേഷം നടി കാവ്യ മാധവനും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇനി കാവ്യ എന്ന് സിനിമയിലേക്ക് മടങ്ങി വരുമെന്നും ഇരുവരും ഒന്നിച്ചെത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആരാധകർ ഉയർത്തുന്നുണ്ട്. നല്ലൊരു കഥയും ഞങ്ങൾ ഇരുവരും ഉണ്ടാകുന്നത് നല്ലതുമാണോ എന്നൊക്കെയുള്ള സാഹചര്യം വന്നാൽ ആലോചിക്കുമെന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി. ദിലീപ് അഭിമുഖങ്ങൾ നൽകുമ്പോഴാണ് മഞ്ജുവിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത്. വിമർശനങ്ങൾ പെരുകിയപ്പോൾ ഒരിക്കൽ നടൻ തന്നെ പ്രതികരിച്ചെത്തിയിരുന്നു. ഭാര്യയുടെ സ്വപ്നങ്ങൾക്ക് തടയിട്ട ആളായിരുന്നില്ല താനെന്നും ആഗ്രഹം പറയുമ്പോൾ എല്ലാത്തിനും പിന്തുണ അറിയിച്ചിരുന്നു എന്നുമാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ നടൻ പറഞ്ഞത്. ഇതുവരെയും മഞ്ജു ഒന്നും പറഞ്ഞിട്ടില്ല. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് മഞ്ജു, പക്ഷെ ഒരുമിച്ചുള്ള യാത്രകൾ വളരെ കുറവാണ് എന്നുമാണ് ദിലീപ് അന്നൊരിക്കൽ പറഞ്ഞത്. ദിലീപുമായുള്ള ദാമ്പത്യം അവസാനിപ്പിച്ച ശേഷം മഞ്ജു വീണ്ടും സിനിമയിലേക്ക് എത്തി. അതിനു മുന്നോടിയായി ഗുരുവായൂർ അമ്പലത്തിൽ നടി അരങ്ങേറ്റം നടത്തി. കുച്ചിപ്പുടിയായിരുന്നു അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരും മകളും എല്ലാം മഞ്ജുവിന്റെ നൃത്തം കാണാൻ എത്തിയിരുന്നു. പക്ഷെ ദിലീപിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പിന്നീടാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ നടന്നതും വിവാഹമോചനം സംഭവിച്ചതും. മകളെ ദിലീപിന് നൽകിയ ശേഷമാണ് മഞ്ജു ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നത്. പക്ഷെ ഇപ്പോഴും ദൂരെ ഇരുന്ന് മഞ്ജു മകളെ സ്നേഹിക്കുന്നുണ്ട്. മീനാക്ഷിയും ഇന്ന് അമ്മയെപ്പോലെ ഒരു മികച്ച നർത്തകിയാണ്. ക്ലാസിക്കലും വെസ്റ്റേണും എല്ലാം അനായാസം വഴങ്ങും. ഇന്ന് തന്റെ സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും പിന്നാലെയാണ് മഞ്ജു. ദിലീപ് പറഞ്ഞതുപോലെ യാത്രകളാണ് നടിക്ക് ഇന്ന് ഏറ്റവും ഹരം. ഇടയിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ സിനിമയും ചെയ്യും. വേർപിരിഞ്ഞുവെങ്കിലും മഞ്ജുവിനൊപ്പം അഭിനയിക്കേണ്ട സാഹചര്യം വന്നാൽ താൻ ചെയ്യുമെന്നും ഒരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു. മഞ്ജു അല്ലാതെ വേറെ ആരും ആ കഥാപാത്രത്തിന് യോജിക്കില്ല എന്ന് തോന്നിയാൽ ഒരുമിച്ച് അഭിനയിക്കും. ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞത്. പക്ഷെ ഇനി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ മഞ്ജു അനുവദിക്കില്ല. ദിലീപിനെ എത്ര ആഗ്രഹിച്ചാലും അത് മാത്രം നടക്കില്ല. കാരണം മഞ്ജു തയ്യാറാവുകയില്ല. അതൊരിക്കൽ പരസ്യമായി അവർ പറഞ്ഞിട്ടുണ്ടെന്നും പ്രേക്ഷകരിൽ ചിലർ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.